ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസ്റ്റ് ഡിഗ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ എപ്പിസോഡ് നമ്പർ 5 ആയിട്ടാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് നമ്മുടെ ബോബി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. നമ്മുടെ സെയിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ടെൻസ്ഡ് ആയിട്ട് ബോബി വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സെയിൻ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്നിട്ട് നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നേഴ്സ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ CT സ്കാനിൻ്റെ റിസൾട്ട് വരും, അവിടെ കിടന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സെയിനാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. സെയിൻ ആകെ കിളിപോയിരിക്കുകയാണ്. സെയിൻ അവിടെ കിടക്കുമ്പോൾ ബോബി വരുന്നുണ്ട്. ബോബി വന്നിട്ട് ഗുഡ് മോർണിംഗ് സർ പറയുമ്പോൾ സെയിൻ ചോദിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് എത്ര നേരമായി ഞാനിവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ 3 മണിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറ്റിയത്, അവിടെ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാറിനാണെങ്കിൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അതിൽ ക്ലെയിമായി പൊക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നീ സോൾവ് ചെയ്തില്ല, പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് സെയിൻ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താര വരുന്നത്. താര വരുന്ന സമയത്ത് സെയിൻ ബോബിയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബോബി പറയുന്നത് ഞാനല്ല പറഞ്ഞത് എന്നുള്ളത് പറയുന്നുണ്ട്. ആ സമയത്ത് താര ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 1:45 അവൻ അവളെ വിളിച്ച മെസ്സേജാണ് കാണുന്നത്. ആ സമയത്തേക്കും ബോബി അവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ട്. ഞാൻ പോയിട്ട് സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്താണ് ശരിക്കും എന്താ നടന്നതെന്നുള്ളത് കാണിക്കുന്നത്. ആക്സിഡൻറ്റ് ആയ സമയത്ത് തന്നെ സെയിൻ താരേനെ വിളിച്ചിട്ട് എൻ്റെ ലൈവ് ലൊക്കേഷൻ നോക്ക്, ഞാൻ എവിടെയാണെന്ന് നോക്ക്, എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താരയാണ് ഫസ്റ്റ് ആ ഒരു സീനിലേക്ക് വരുന്നത്. അങ്ങനെ താര പറഞ്ഞിട്ടാണ് ആംബുലൻസും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. കാണുന്ന സമയത്ത് തന്നെ താര ഷോക്കായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും താരയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് വന്നിട്ടാണ് സെയിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സോ താരയാണ് എല്ലാം ഇൻഫോം ചെയ്തതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. താരയാണെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവളാണ് അവൻ്റെ കൂടെ ആംബുലൻസിൽ കയറി പോയത്. അപ്പോൾ താര പറയുന്നുണ്ട്, നീ കണ്ണ് തുറക്ക് സെയിൻ, ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കലും കള്ളം പറയില്ല, ഞാൻ ഇനി കള്ളമേ പറയില്ല, നീ ഒന്ന് കണ്ണ് തുറക്ക് സെയിൻ എന്നുള്ളത് ഇങ്ങനെ കെഞ്ചി കരഞ്ഞ് പറയുന്നുണ്ട്. ആൻഡ് കണ്ണ് തുറന്ന സമയത്ത് നമ്മൾ ബാക്ക് ടു നോർമലിലേക്കാണ് കാണിച്ചിട്ടുള്ളത്. ആ സമയത്ത് താര ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് വല്ലതും ഓർമ്മ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സെയിൻ ഓർമ്മ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. താര സെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ആകെ പേടിച്ച് പോയി, ഒരു പക്ഷേ നീ എന്നെ കൊണ്ടുവരാൻ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നെല്ലാം സങ്കടത്തോടെ ചോദിക്കുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, നീ എന്താ കരയാണോ താര, കരയണ്ട, നീ കാരണമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബോബി സീനിലേക്ക് വരുന്നുണ്ട്. ബോബി വന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ താരനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അതിന് ബോബിയുടെ നമ്പർ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ബോബി പറയുന്നുണ്ട്, അത് ഞാനാണ് മാഡത്തിന് എൻ്റെ നമ്പർ കൊടുത്തതെന്നുള്ളത് പറയുന്നുണ്ട്. ബോബി പറയുന്നുണ്ട്, സാറിന് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ സാർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്നുള്ളതും കൂടി ബോബി പറയുന്നുണ്ട്. അപ്പോൾ താര ഞെട്ടുന്നുണ്ട്. താര പറഞ്ഞു, ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഡിസ്ചാർജ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ സെയിൻ റെഡിയായി വരുന്നുണ്ട്. സെയിൻ റെഡിയായി വരുന്ന സമയത്ത് താര ചോദിച്ചു, ഞാൻ നിൻ്റെ കൂടെ വരാം, കാരണം നീ ഹെൽത്ത് ഓക്കെ അല്ലല്ലോ, നിന്നെ ഞാൻ കെയർ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും സെയിൻ ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താരനെ എടുത്ത് പൊക്കിയിട്ടാണ് സെയിൻ പോകുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഏതാ പേഷ്യൻറ്റ് ഏതാ ബൈസ്റ്റാൻഡർ എന്ന് മനസ്സിലാവാൻ പറ്റില്ല. അത്രയും ഇതിലാണ് സെയിൻ വന്ന് താരനെ എടുത്ത് കൊണ്ടുപോകുന്നത്. അത് കണ്ടിരിക്കുന്ന അവിടെയുള്ള ആൾക്കാരും ഭയങ്കര നല്ല രീതിയിൽ തന്നെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സെയിൻ പറയുന്നുണ്ട്, നമുക്ക് താരനെ താരയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറയുന്ന സമയത്ത് ബോബി പറയുന്നുണ്ട്, അത് പറ്റില്ല സാർ, സാറിന് ജീവൻ രക്ഷിച്ചത് താരയാണ്, അവർ കുറച്ച് നേരം കൂടി വൈകിയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാറിന് ജീവൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് താരേനെ തിരിച്ചാളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ താര ഇപ്പോൾ ഉറങ്ങുന്ന ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ബോബിയുടെ അടുത്ത് സെയിൻ പറയുന്നുണ്ട്, ഓ എനിക്ക് മനസ്സിലായി, ഇപ്പം നീ ആരുടെ ഭാഗത്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ബോബി പറയുന്നുണ്ട്, ഞാൻ ആരുടെയും ഭാഗത്തല്ല, ഞാൻ സാറിൻ്റെ ഭാഗത്ത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം താരേനെ സെയിൻ വീട്ടിൽ കൊണ്ട് ബെഡിൽ കിടത്തുന്നുണ്ട്. താരേനെ സെയിൻ കെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം താരേനെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം സെയിനും കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ സെയിൻ കാലത്ത് എഴുന്നേൽക്കുന്നതാണ് കാണിച്ചിരുന്നത്. സെയിൻ നോർമലി എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്. കിച്ചണിൽ പോകുന്ന സമയത്ത് അവിടെ ബോബിയും താരയും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. ബോബിയും താരയും അത്യാവശ്യം കമ്പനി ആയിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് സെയിൻ കയറി വരുമ്പോൾ തന്നെ താര ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, നിനക്ക് എങ്ങനെയുണ്ട്, നീ എപ്പോൾ എഴുന്നേറ്റു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സെയിൻ ഒന്നും കാര്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം സെയിൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല താരേനെ. അപ്പോൾ താരയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. താര ബോബിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കും ബർഗർ വേണം, നല്ല ചീസായിട്ടുള്ള ബർഗർ വേണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് സെയിൻ ചോദിക്കുന്നുണ്ട് താരയുടെ അടുത്ത് റൂഡായിട്ട്, നിനക്ക് വീട്ടിൽ പോകാറായില്ലേ, നീ എന്തോരം നേരമായി വരുന്നു? അപ്പോൾ താര പറയുന്നുണ്ട്, ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്, എന്നെ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല, എനിക്ക് എന്നെ നന്നായി നോക്കാൻ അറിയാം, നീ എൻ്റെ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ബോബി വന്നിട്ട് ബർഗർ കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോബി വിഷയം മാറ്റാൻ നോക്കുന്നുണ്ട്. താര പറയുന്നുണ്ട്, ബോബി അങ്ങനെ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട, ചിലപ്പോൾ അവൾ വേറെ പെൺപിള്ളേരെ വിളിച്ച് കയറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൻ പറയുന്നുണ്ട്, അതേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അത് ചോദിക്കാൻ കൂടി നിനക്ക്
അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് സെയിൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ താര ഇറങ്ങി പോകുന്നുണ്ട് ദേഷ്യത്തിൽ. അപ്പോൾ ബോബി പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കുന്നത്. സെയിൻ പറയുന്നുണ്ട് ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്, ചിലപ്പോൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൾക്കും വല്ല അപകടം പറ്റും. അപ്പോൾ ബോബി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇത് കുറച്ച് നല്ല രീതിയിൽ പറഞ്ഞുകൂടി, എന്തിന് ഇത്ര ചൂടായി പറയുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താരേൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ബോബി പറയുമ്പോൾ സെയിൻ പറയുന്നുണ്ട് അങ്ങനെ ക്രിഞ്ചായിട്ട് എൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ വരല്ലേ ബോബി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താരയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡെസ്പായിട്ട് ഇറങ്ങി നടക്കുവാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ താര അതൊന്നും കെയർ ചെയ്യുന്നില്ല. താര ഭയങ്കര വിഷമത്തിൽ നടക്കുവാണ്. അങ്ങനെ നടക്കുന്ന വഴിക്ക് താരയുടെ ഫ്രണ്ടിലായിട്ടൊരു കാർ കൊണ്ട് നിർത്തുന്നുണ്ട്. ആ കാറിൽ നിതിനായിരുന്നു. നിതിൻ താരനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മഴയത്ത് നിൽക്കാനാണോ നിൻ്റെ ഉദ്ദേശം, നീ കയറുന്നില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും താര നേരെ നിതിൻ്റെ വണ്ടിയിൽ വന്ന് കയറുന്നുണ്ട്. സെയിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജഗത്ത് വന്നിട്ടുണ്ട്. ജഗത്ത് വന്നിട്ട് താരയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബർഗർ ഇരുന്ന് കഴിക്കുവാണ്. കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടല്ലോ കളിയാന്ന് പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരുന്ന് ജഗത്ത് കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ സെയിൻ്റെ മുഖത്ത് നല്ല ദേഷ്യം കാണുന്നുണ്ട്. താരയ്ക്ക് വേണ്ടി വെച്ച ബർഗറല്ലേ അവനെടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിൻ്റെ മുഖത്ത് നല്ല കടുപ്പമായിട്ടുള്ള ദേഷ്യമുണ്ട്. പക്ഷേ സെയിനൊന്നും പറയുന്നില്ല. എന്നിട്ട് തലയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് നിതിനാണ്. നിതിനാണെങ്കിൽ താരയ്ക്ക് തുടയ്ക്കാനായിട്ട് തുണിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നീ ഭയങ്കര ഡസ്പാണല്ലോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് താരം ഒന്നും പറയുന്നില്ല. ഷാലു അമ്മ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ എന്താ കോൾ എടുക്കാഞ്ഞത്, ചിലപ്പോൾ നിൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ താര വന്ന് ഫോൺ എടുത്ത് നോക്കുന്നത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ തീരെ ചാർജ് ഇല്ല. അങ്ങനെ താര ഫോൺ കുത്തി വയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സെയിനും അതേപോലെ തന്നെ ജഗത്തും കൂടി ഇരുന്ന് ഗെയിം കളിക്കുവാണ്. അവന്മാർ നല്ല രീതിയിലിരുന്ന് ഗെയിം കളിക്കുകയാണ്. പക്ഷെ നമ്മുടെ സെയിന് തീരെ താല്പര്യമില്ല ഗെയിം കളിക്കാനൊന്നും. പക്ഷെ എന്നാലും സെയിൻ കൂടെ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാലുമ്മേൻ്റെ അടുത്തേക്ക് നിതിൻ നമ്മുടെ താരനെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. ആ സമയത്ത് ഷാലുമ ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ താരൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് മോള് പോയി ഒരു കാര്യം ചെയ്യുക, ഫ്രഷ് ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ താര ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്നുണ്ട്. നിതിനാണെങ്കിൽ താരൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ താര ഫ്രഷ് ആയി വരുമ്പോൾ നിതിൻ താരയുടെ അടുത്ത് പറയുന്നുണ്ട് നിൻ്റെ മൂഡ് ഓക്കെ അല്ലാന്ന് തോന്നുന്നു, സോ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ, പേടിക്കേണ്ട ഷാലുമ, ഞാൻ അവളെ കൃത്യമായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കൊണ്ടുവന്നാക്കിക്കൊണ്ട് അവൾ സേഫായിരിക്കും, നീ വരുന്നുണ്ടോ, നമുക്ക് നിൻ്റെ മൂഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാമെന്നും പറഞ്ഞിട്ട് നിതിൻ താരനെയും വിളിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ഇവിടെ നിതിനാണെന്നുണ്ടെങ്കിൽ താരനെയും കൊണ്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ താരൻ നിതിനും കൂടി ആദ്യം തന്നെ പോകുന്നത് ഈ ബലൂണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, സോ അതിലേക്കാണ് പോകുന്നത്. ആ സമയത്തൊന്നും താരയ്ക്ക് തീരെ ഒരു മൂഡില്ല. താര ഭയങ്കര ഗ്ലൂമിയാണ്. പക്ഷേ നിതിൻ്റെ നിർബന്ധത്തിൽ താര ആ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ താരയ്ക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിതിൻ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഓരോ ചാൻസും കൊടുക്കുന്നുണ്ട്. പക്ഷേ താര ഒരു 3 ചാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 3ലും ആ ബലൂൺ കറക്റ്റായിട്ട് താരയ്ക്ക് പൊട്ടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നിതിൻ പറയുന്നുണ്ട് സാരില്ല പോട്ടെ, നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാമെന്നും പറഞ്ഞിട്ട് താരനെയും കൊണ്ട് അടുത്ത വേറെ റേറ്റ്സിലെല്ലാം കയറുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഒട്ടും മോശമല്ല, കിട്ടിയ അവസരം എല്ലാം തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പറ്റുന്ന അവസരത്തിലൊക്കെ നമ്മുടെ താരനെ വായി നോക്കുന്നുണ്ട്. വായി നോക്കി ലാസ്റ്റ് താഴെ പോകാറായി. കാരണം കണ്ട റേറ്റിലൊക്കെ കയറിയിരുന്നിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെ പോകാനായിട്ട് പോയി. പക്ഷെ എന്നാലും നിതിൻ പിടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് താരയും നിതിനും കൂടി അത്യാവശ്യം താര ഓക്കെ ആയി വരുന്നുണ്ടായിരുന്നു. കാരണം പല റേറ്റിൽ കയറുമ്പോഴും അവളുടെ മനസ്സ് നന്നായി റിലാക്സ് ആവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിതിൻ താരയ്ക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് താര ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ നല്ല ഓർമ്മയുള്ളത്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നിതിൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ഞാൻ ഓർത്ത് വെക്കാറില്ല, പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുടെ പല ഇഷ്ടങ്ങളും ഞാൻ ഓർത്ത് വെക്കാറുണ്ട് എന്ന് താരനോട് നിതിൻ പറയുന്നുണ്ട്. അതിനുശേഷം അവർ വേറെ റേറ്റിലൊക്കെ കയറുന്ന സമയത്ത് താര പറയുന്നുണ്ട് ശരി ഞാനിപ്പോൾ ഓക്കെ ആയി, നമുക്ക് ഒന്നും കൂടി ആദ്യം കളിച്ച കളി ഒന്ന് കളിച്ച് നോക്കിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നിതിൻ പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് പോവാലോ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ആ ബലൂൺ പൊട്ടിക്കാനായിട്ടുള്ള ഗെയിമിലേക്ക് പോവാണ്. ഇപ്രാവശ്യം താര നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് താര എല്ലാത്തിലും വിൻ ചെയ്യുന്നുണ്ട്. സോ താരയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തിൽ താര നേരെ ചെന്ന് നിതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് താര മനസ്സിലാക്കുന്നത് നിതിനാന്നുള്ള കാര്യം. സോ നിതിന് താരയ്ക്ക് ഒരു ഓക്വേർഡ്നെസ് വരുന്നുണ്ട്. ആൻഡ് താരയ്ക്ക് നല്ല ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ടെഡി ബിയറൊക്കെ കിട്ടുന്നുണ്ട്. താര സോ ഹാപ്പി ആയി. അത് കഴിഞ്ഞിട്ട് താര നിതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ സെയിൻ്റെ വീട്ടിലുള്ള കാര്യം നീ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട് സെയിനെ നോക്കിയ ഡോക്ടേഴ്സ് ഞങ്ങളുടെ ക്ലിനിക്കിലുള്ള ഡോക്ടേഴ്സാണ്, സോ അവരാണ് പറഞ്ഞത് സെയിൻ അവിടെ ഉണ്ടെന്നുള്ളത്. ബോബി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ആൻഡ് ഓൾസോ ഞാൻ ഷാലുമ്മേനെ വിളിച്ചപ്പോൾ ഷാലുമ്മ പറഞ്ഞു നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയപ്പോൾ സെയിൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ സെയിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ സെയിൻ്റെ വീട്ടിലേക്ക് നിന്നെ കൂട്ടാനായിട്ട് വന്നത്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ നിതിൻ പറയുന്നുണ്ട്. ആ സമയത്ത്
താരയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞതെന്ന് എന്നുള്ളത്. അതിനുശേഷം താരയുടെ അടുത്ത് നിതിൻ പറയുന്നുണ്ട്, നീ വളരെ ക്ലെവറായിട്ടുള്ള പെൺകുട്ടിയാണ്, നീ നിൻ്റെ അച്ഛനും അമ്മേനെ എപ്പോഴും പ്രൗഡാക്കണം, നീ നന്നായി പഠിക്കുന്നൊരു പെൺകുട്ടിയാണ്, നിനക്ക് നല്ല പോലെ കാര്യങ്ങൾ ചെയ്യാനറിയാം, പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല താര, ഇപ്പം നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നുള്ളതൊന്നും എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നിതിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അപ്പോൾ നിതിൻ പറയുന്നുണ്ട്, ഞാനതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നിതിൻ കാറിന് വെളിയിൽ ഇറങ്ങി സംസാരിക്കുകയാണ്. ആരാണ് വിളിക്കുന്നത്, എന്താ വിളിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ കോളേജ് സീനാണ്. പിറ്റേ ദിവസം താര കോളേജിലേക്ക് വന്നിരിക്കുവാണ്. കൗശിയുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നാലും വഴക്ക് കൂടിയ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് താര ഇങ്ങനെ പറയുന്നുണ്ട്, ജെയിൻ്റെ കൂടെ പാർട്ടിക്ക് പോയതിലും ഞാൻ എൻജോയ് ചെയ്തത് നിതിൻ്റെ കൂടെ പാർക്കിൽ പോയി കളിച്ചപ്പോഴാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിതിനെയാണ് കാണിക്കുന്നത്. നിതിനാണെങ്കിൽ പന്തം കണ്ട പെരിച്ചായനെ പോലെ ഓടുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, സാമിനെ കണ്ടു. സാം ആണെങ്കിൽ നിതിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ അന്ന് ആ പാർട്ടിക്ക് വന്നില്ലായിരുന്നോ, ഞാൻ നിന്നെ കണ്ട പോലെ തോന്നിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് പാർട്ടി? ജഗത്തിൻ്റെ പാർട്ടി. അപ്പോൾ നിതിൻ പറയുന്നുണ്ട്, ഞാൻ വന്നില്ല, നീ പാർട്ടിക്കൊക്കെ പോയോ, നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് നിതിൻ എങ്ങനെയൊക്കെയോ സ്കൂട്ടാവുന്നുണ്ട്. അന്ന് രണ്ടെണ്ണം കൂടി ഈ ഒരു സാമിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിടികൊടുക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിതിൻ ട്രൈ ചെയ്യുന്നുണ്ട്. കണ്ടറിയാൻ എന്താവോ എന്തോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാം ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൗശി പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നാളെ ഒരു പരിപാടിയുണ്ട്, എൻ്റെ അമ്മയുമായിട്ടുള്ളതാണ്, സോ നീ എന്തായാലും വരണം, ഒരു ഫാഷൻ ഷോ ആണ്, നീയും സെയിനും എന്തായിട്ടും വരണം, നിതിനും ഗൗതമൊക്കെ വരുന്നുണ്ട്, സോ നീ എന്തായാലും വരണം എന്ന് പറയുമ്പോൾ ഞാൻ വരാം, സെയിൻ്റെ കാര്യം എനിക്ക് അറിയില്ല, അവന് കുറേ ബിസി വർക്ക്സ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ കൗശി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ താര പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടി, അങ്ങനെ വഴക്കൊന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ സെയിൻ കയറി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സാറ്റർഡേ വേറെ പരിപാടിയൊന്നുമില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താരയുടെ അടുത്ത് ചെവിയിൽ പോയി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സോ ക്ലാസ് റൂമിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ താര ക്ലാസ് റൂമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. താര നല്ല കലിപ്പിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സെയിൻ താരയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കറിയോ നീ എത്രത്തോളം ആ കൗശിയുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടു, എൻ്റെ കൂടെ നടക്കുന്നതിനേക്കാൾ നിനക്ക് കംഫർട്ടബിൾ നിതിൻ്റെ കൂടെയാണെന്ന് നീ പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു വിഷമമായി എന്നറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ തമ്മിൽ നല്ല വഴക്കുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അപ്പോൾ സെയിൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകയ്ക്കാണോ നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ താര ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് താര പറയണേ, മതി, ഇത് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞിട്ട് താര ഇറങ്ങി പോകാൻ നോക്കുമ്പോഴത്തേക്കും സെയിൻ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, താര പോവല്ലേ, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മേനെ ശേഷം എന്നെ ഇത്രയധികം കെയർ ചെയ്യുന്ന ഒരാൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്ത ഇതെന്ത് ഇമോഷനാണ് എന്നുള്ളത്. ആൻഡ് ഓൾസോ എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ അമ്മ എന്നെ വിട്ടുപോയ പോലെ നീ എന്നെ വിട്ടു പോകുമോ എന്നുള്ളത്. എൻ്റെ അമ്മ എൻ്റെ കൊച്ചിലേ മരിച്ചതാണ്, സോ എനിക്ക് നല്ല പേടിയുണ്ട്, ഞാൻ സ്നേഹിച്ചുള്ള എല്ലാവരും എന്നെ വിട്ടു പോയിട്ടേ ഉള്ളൂ, സോ നീയും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് ഇടാൻ നോക്കിയത്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്നൊക്കെ സെയിൻ പറയുന്നുണ്ട്. ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ അധികം കണക്ഷനൊന്നുമില്ല, പക്ഷേ എന്നാലും എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛൻ തന്നിട്ടുള്ളൊരു അഡ്വൈസാണ് ആരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ നീയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി നോക്കണേ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല താര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താര പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവാതെ എല്ലാവർക്കും ഇടയിൽ ഇങ്ങനെ ഒരു വാൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സെയിൻ റെഡി ആവുക? അങ്ങനെ ആർക്കും നിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുക? അതുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം സെയിൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട്, എനിക്ക് പേടിയാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. താര പറയുന്നുണ്ട്, ഞാൻ മരണം വരെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, സോ നീ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ താരേൻ്റെ അടുത്ത് സെയിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറ്റില്ല, എല്ലാവർക്കും എന്തെങ്കിലും കാരണം വരുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, അതൊന്നും അങ്ങനെ നടക്കില്ല, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ താരേൻ്റെ അടുത്ത് സെയിൻ പറയുന്നുണ്ട്, എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകരുത്, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സെയിനും താര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താര പറയുന്നുണ്ട്, താരയുടെ അടുത്ത് സെയിൻ പറയുന്നുണ്ട്, ഓക്കെ ശരി ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ക്ലാസ് തുടങ്ങാൻ നേരമായി, നീ ക്ലാസ്സിലേക്ക് പൊക്കോ, ഞാൻ വൈകിട്ടാകുമ്പോൾ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സെയിൻ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് സെയിൻ താരനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കൗശി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇത്ര ആലോചിക്കാനുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, വേറെ ആരെക്കുറിച്ച്, നിൻ്റെ ഫ്രണ്ടിനെ കുറിച്ച്, അവൾ 24 മണിക്കൂർ ആ ലൈബ്രറിയിൽ പെറ്റെടുക്കുകയാണല്ലോ, അവൾ എന്ത് ഇവിടെ ചെയ്യുന്നത്, ഇത്രയധികം AI ഒക്കെ ഉള്ള സമയത്താണ് അവൾ ആ ലൈബ്രറിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നത്, എനിക്കറിയില്ല ഇത് എന്തിപ്പോൾ കാട്ടുക എന്നുള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട്, നീ അവൾ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണ് അവൾ എപ്പോഴും ലൈബ്രറിയിൽ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ താരയാണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഭയങ്കര പഠിത്തമാണ്. കൗശി സെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട് ഇതെന്താ തലയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സമയത്ത് സെയിൻ പറയുന്നുണ്ട് ഞാൻ നടക്കുമ്പോൾ ചെറുതായി വീണതാണ്. പിന്നെ ഇവിടെ സ്കൂളിൽ എല്ലാവർക്കും അറിയാം നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണെന്നൊക്കെ. ഓ അത് എല്ലാവർക്കും അറിയാമല്ലേ എന്നൊക്കെ സെയിൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബാൻഡേഡ് ഒന്ന് ജസ്റ്റ് മാറിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കൗശി അതൊന്ന് ശരിയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അവർ തമ്മിലൊരു ഐ കോണ്ടാക്ട് വരുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ താര നേരെ വരുന്നത്. ഇത് കാണുമ്പോൾ താരയ്ക്ക് എന്തോ മുഖത്ത് സങ്കടമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ താര ഇനിയിപ്പോൾ ഇവളെ തെറ്റിദ്ധരിച്ചോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊക്കെ കാണണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്യാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡ് എത്രയും വേഗം ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയ്ക്കുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.